നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദോഹ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഖത്താറയിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട്. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പലതവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ വെളിപ്പെടുത്തി. ഖത്താറയിൽ പുക ഉയരുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റുമായി സഹകരിച്ച് ഖത്തർ തലസ്ഥാനത്ത് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ വധിക്കാൻ വ്യോമസേന നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമിക്കപ്പെട്ട പേര് വെളിപ്പെടുത്താത്ത ഹമാസ് അംഗങ്ങളാണ് വർഷങ്ങളായി സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും ഹമാസിനെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടു. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയം പുതിയ സമഗ്ര നിയമങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. സെലിബ്രിറ്റികളോടും സ്വാധീനം ചെലുത്തുന്നവരും ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഔദ്യോഗിക ലൈസൻസ് നേടണമെന്ന് ഇതിൽ പറയുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രൊമോഷനുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇങ്ങനെയുള്ള പ്രൊമോഷൻ വഴി സംഭവിക്കുന്ന വഞ്ചനയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്കുണ്ടാവുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ നിയമം. ലൈസൻസ് ഇല്ലാത്ത വിദേശ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പരസ്യം ചെയ്ത 5 വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ സൗദി അറേബ്യയിൽ കർശന നടപടി. ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷനാണ് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തത്. നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ഔദ്യോഗിക ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ടും നിരവധി ലൈസൻസ് ഇല്ലാത്ത ഇൻഫ്ലുവൻസർമാർ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി. ഇത്തരക്കാർക്ക് തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.